ഇടത് സഹയാത്രികൻ ചെറിയാൻ ഫിലിപ്പിന്റെ സ്ത്രീവിരുദ്ധ പരാമർശം വിവാദമായി. ഉടുപ്പഴിക്കൽ സമരം രഹസ്യമായി നടത്തിയ വനിതകൾക്ക് പണ്ട് കോൺഗ്രസിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടെന്നായിരുന്നു ചെറിയാൻ ഫേസ്ബുക്കിലൂടെ നടത്തിയ പരാമർശം. സംഭവം വിവാദമായതോടെ സ്ത്രീകളെ ഇരകളാക്കുന്ന പുരുഷന്മാരെയാണ് പരോക്ഷമായി വിമർശിച്ചതെന്ന് ഫേസ്ബുക്കിലൂടെ തന്നെ ചെറിയാൻ ഫിലിപ്പ് ന്യായീകരിച്ചു. പ്രസ്താവന പിൻവലിച്ച് ചെറിയാൻ ഫിലിപ്പ് മാപ്പ് പറയണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെയാണ് തന്റെ ഫേസ്ബുക്ക് പേജിൽ ചെറിയാൻ ഫിലിപ്പ് വിവാദ പരാമർശം നടത്തിയത്. യൂത്ത് കോൺഗ്രസുകാരുടെ ഉടുപ്പഴിക്കൽ സമരം മാതൃകാപരമായ ഒരു സമരമാർഗമാണെന്നും ഈ സമരം രഹസ്യമായി നടത്തിയ വനിതകൾക്കെല്ലാം പണ്ട് കോൺഗ്രസിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടെന്നുമായിരുന്നു പരാമർശം. സംഭവം വിവാദമായതോടെ ഫേസ്ബുക്കിലൂടെ തന്നെ ചെറിയാൻ മറുപടിയുമായി രംഗത്തെത്തി. ഒരു സ്ത്രീവിരുദ്ധ പ്രസ്താവനയും താൻ നടത്തിയിട്ടില്ലെന്നും സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണെന്നും ഈ കുറിപ്പിൽ പറയുന്നു. ആരെയും പേരെടുത്തു പറഞ്ഞ് അപമാനിച്ചിട്ടില്ല. സ്ത്രീ സമൂഹത്തിനാകെ അപമാനകരമാകുന്ന ചിലരെ മാത്രമാണ് ഉദ്ദേശിച്ചത്. സ്ത്രീകളെ ഇരകളാക്കുന്ന പുരുഷന്മാരെയാണ് പരോക്ഷമായി വിമർശിച്ചതെന്നും ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കുന്നു. ചെറിയാൻ ഫിലിപ്പ് പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് ഈ തെറ്റായ പരാമർശം, സ്ത്രീ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ഈ പരാമർശം അദ്ദേഹം പിൻവലിച്ച് സ്ത്രീ സമൂഹത്തോട്, പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നതായിരിക്കും ഉചിതം. ചെറിയാന്റെ പ്രസ്താവന ക്രൂരമായി പോയെന്നും നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. ഒരു കാരണവശാലും സഹിക്കാൻ പറ്റുന്നത് ഒരു പ്രസ്താവനയല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ഈ രാജ്യത്തിന്റെ നിയമ വഴികൾ ഉപയോഗിച്ചുകൊണ്ട് നിയമയുദ്ധത്തിന് മഹിളാ കോൺഗ്രസ് ഇറങ്ങും. സ്ത്രീവിരുദ്ധ പരാമർശം ചെറിയാൻ ഫിലിപ്പ് ഒഴിവാക്കേണ്ടതായിരുന്നെന്ന് CPIM നേതാവ് ഡോക്ടർ TN സീമ പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള പുരുഷാധിപത്യ സ്വഭാവമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആധിപത്യ രീതികളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. അത് ഓരോ പാർട്ടിക്കുള്ളിലും പുരുഷന്മാരും സ്ത്രീകളും, ബോധമുള്ള പുരുഷന്മാരും സ്ത്രീകളും അത് ചെയ്യും. പക്ഷെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. അത് എത്രയും പെട്ടെന്ന് പിൻവലിക്കേണ്ടതാണ്. ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ സോഷ്യൽ മീഡിയകളിൽ വൻ വിമർശനമാണ് ഉയരുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.